ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗണ്ടിനൊക്കെ ചെറിയ തോതിൽ വ്യത്യാസം ഉണ്ടാവും, നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ചെറിയ തോതിൽ ജലദോഷവും പനിയും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വോയിസ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും വീഡിയോസ് ഇടാതിരുന്നു കഴിഞ്ഞാൽ ആ ഒരു കൺസിസ്റ്റൻസി കയ്യിൽ നിന്ന് പോവും. അപ്പോൾ എന്തായാലും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. നമുക്ക് മനുഷ്യരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റും, പക്ഷേ ഈ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് അത് മനസ്സിലാവാനായിട്ട് പറ്റില്ല. കറക്റ്റായിട്ട് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നവരെ യൂട്യൂബിൻ്റെ അൽഗോരിതം ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യാറുള്ളൂ. അപ്പോൾ വീഡിയോസൊക്കെ മറ്റുള്ളവർക്ക് റെക്കമെൻഡേഷൻ പോകണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വീഡിയോസൊക്കെ ഇടാനായിട്ട് നോക്കണം. ഇപ്പം ഞാൻ കുറച്ചായിട്ട് കറക്റ്റായിട്ട് പോകുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മസ്റ്റായിട്ടും കമൻ്റായിട്ട് ഇടുക. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചപ്പാത്തി ഉണ്ടാക്കണം, പിന്നെ മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചില്ല, മുട്ട പുഴുങ്ങി കഴിക്കാമെന്നാണ് വിചാരിച്ച്. കറി കുറച്ചുണ്ട്, കടലക്കറി കുറച്ചുണ്ട്, അപ്പോൾ അത് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചെയ്ത് അത് മുട്ട റോസ്റ്റിലേക്ക് എത്തി. കടലക്കറി തികഞ്ഞില്ലെങ്കിലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉള്ളി റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും മുട്ട പുഴുങ്ങിയതല്ലേ, ഈ ഉള്ളി റോസ്റ്റിൽ മുട്ട പുഴുങ്ങിയത് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ആ മുട്ട പുഴുങ്ങിയത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും മുട്ട പുഴുങ്ങി വെറുതെ കഴിക്കണ്ടല്ലോ എന്ന് കരുതി കറിയാക്കി. അപ്പോൾ അത് മുട്ട റോസ്റ്റായി. അങ്ങനെ ചെയ്ത് ഇരട്ടിപ്പണി ചെയ്തു എന്നൊക്കെ പറയില്ലേ, പക്ഷേ ഇരട്ടിപ്പണിയായിട്ടൊന്നും എനിക്ക് കാര്യമായിട്ട് തോന്നിയില്ല. ചെയ്യുന്ന കൂട്ടത്തിൽ അങ്ങനെ ഒരു താളത്തിൽ ചെയ്തു പോയപ്പോൾ അത് വലിയ പണിയായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ചപ്പാത്തിയാണ് രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഫാസ്റ്റായിട്ട് ചപ്പാത്തി ചുട്ടത് കൊണ്ട് തന്നെ കാര്യമായിട്ട് ബലൂൺ പോലെയൊന്നും ആയി വന്നില്ല. എന്നാലും കുഴപ്പമില്ല, നല്ല സോഫ്റ്റായിട്ട് മോയ്സ്റ്റായിട്ടുള്ള ചപ്പാത്തി തന്നെ കിട്ടി. എണ്ണയൊക്കെ ചേർത്തിട്ടാണ് ഇത്തവണ ഞാൻ ചപ്പാത്തി ചുട്ടെടുത്തത്. അപ്പോൾ ഞാൻ സാധാരണ ചപ്പാത്തി ചുടുന്ന സമയത്ത് എണ്ണയൊന്നും ചേർക്കാറില്ല, ഡ്രൈ ആയിട്ട് തന്നെയാണ് ചപ്പാത്തി ചുട്ടെടുക്കാറ്. പക്ഷെ ഇന്ന് എന്തായാലും ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് എണ്ണ ചേർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഓരോന്നായിട്ട് ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. ഇത്രയ്ക്ക് സ്പീഡിലൊന്നും അല്ല കേട്ടോ ഞാൻ പരത്തിയെടുക്കുന്നത്, നോർമലായിട്ടുള്ള സ്പീഡിൽ തന്നെയാണ് പരത്തിയെടുക്കുന്നത്. പക്ഷേ എഡിറ്റിങ്ങിൽ കുറച്ചൊന്ന് ഫാസ്റ്റാക്കി കാണിച്ചതാണ്. വീഡിയോസ് ഒരുപാട് ലോങ് ആയി തോന്നി, അപ്പോൾ കുറച്ച് സ്പീഡാക്കി എടുത്തതാണ് ചില ഭാഗങ്ങളൊക്കെ. എനിക്ക് സംസാരിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. എന്തോ ഒരു സൗണ്ട്, എന്തോ ഒരു ആരുടെയോ സൗണ്ട് കടമെടുത്തിട്ട് സംസാരിക്കുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത്. പിന്നെ വോയിസ് കൊടുക്കുമ്പോൾ വേറൊരു സൗണ്ടായിട്ടാണ് തോന്നുന്നത്. സാധാരണ ഞാൻ സംസാരിക്കുന്നത് പോലെയല്ല വോയിസിൽ കേൾക്കുമ്പോൾ. നിങ്ങൾക്കത് ഡിസ്റ്റർബൻസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പാലക്കാട് ആരൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചല്ലോ. അപ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിൽ ചിലരൊക്കെ പാലക്കാടുള്ളവരുണ്ട്. അവരുടെ സ്ഥലമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയായാലും ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇന്നിപ്പോൾ എന്താ പറയുക, പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ട് പറ്റണില്ല, പറയാനായിട്ട് കിട്ടണില്ല എന്ന് വേണം പറയാൻ. കഴിഞ്ഞ വീഡിയോയിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോൺ എടുത്തു കഴിഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എത്ര സംസാരിച്ചാലും മതിയാവുന്നില്ല, ലോങ് ആക്കിയാലോ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഇന്നിപ്പോൾ ഭയങ്കര സ്റ്റക്കായതുപോലെയാണ്. ശരീരത്തിന് വയ്യാത്തതിൻ്റെ ആയിരിക്കും, ചെറിയ തോതിൽ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ, ടയേർഡ് ആവുമ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് കുറച്ചൊന്ന് റിലാക്സായി മിണ്ടാതിരിക്കാനായിട്ട് തോന്നുമല്ലോ. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരാളാണ്. എനിക്ക് എന്തെങ്കിലും ഒരു വയ്യായ്ക വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നേരം മിണ്ടാതിരിക്കണം. എത്ര നേരമാണെങ്കിലും എനിക്കൊന്ന് മിണ്ടാതിരുന്നാൽ മതി, അത് തനിയെ അങ്ങോട്ട് ഓക്കെ ആയിക്കോളും. അപ്പോൾ ആ ഒരു ലെവലിലാണോ എന്നറിയില്ല. എനിക്കിപ്പോൾ ഫോൺ എടുക്കുമ്പോൾ ഒന്നും സംസാരിക്കാൻ കിട്ടുന്നില്ല, ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോയതുപോലെയൊക്കെ ആയിട്ട് തോന്നുക. അപ്പോൾ എന്തൊക്കെയായാലും ഓക്കെ ആവട്ടെ. ഇപ്പോൾ എഗ് റോസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുഴുങ്ങിയ മുട്ടയൊക്കെ മാറ്റിയിട്ടുണ്ട് കുക്കറിൽ നിന്ന്. കുക്കറിലാണ് ഞാൻ മുട്ട പുഴുങ്ങാനായിട്ട് വയ്ക്കുക. ഒരു വിസിൽ വെച്ചാൽ മതി, കറക്റ്റായിട്ട് വെന്ത് വന്നോളും.
അപ്പോൾ ഇതിപ്പോൾ കുക്കറിൽ വെച്ചിരിക്കുന്നത് ഉള്ളി ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇതുപോലെ ഉള്ളി റോസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ റോസ്റ്റ് ചെയ്താൽ പിന്നെ ഇങ്ങനെ റോസ്റ്റ് ചെയ്യുള്ളൂ. വാട്ടി വാട്ടി വഴറ്റിയിട്ടൊന്നും നിന്ന് സമയം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഉള്ളി, തക്കാളി, പിന്നെ എന്തൊക്കെയാണോ ഇലകൾ ചേർത്താനുണ്ടെങ്കിൽ ഇലകൾ ചേർത്താൽ, പിന്നെ പൊടികളൊക്കെ കുറേശ്ശെ മാത്രം ചേർത്തിട്ടുള്ളൂ ഞാൻ. ചെറിയ തോതിലുള്ള കുറച്ച് കറിയേ വെക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ ബീഫ് മസാലയാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ബീഫ് മസാല ചേർത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ ചിക്കൻ മസാലയാണ് ചേർക്കാറ്. ഇപ്പോൾ ബീഫ് മസാല സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചേർത്ത് നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ കുറച്ചൊന്ന് എണ്ണ ചെറുതായിട്ടൊന്ന് ഒഴിച്ചിട്ട് കുക്കറിലാക്കിയിട്ട് വേവിക്കാനായി ഒരു വിസിൽ ഇട്ടാൽ മതി. കറക്റ്റ് കുക്കായി കിട്ടും, സോഫ്റ്റായിട്ട് കിട്ടും. വഴറ്റി എടുത്തതുപോലെ തന്നെ ഉണ്ടാവും. അധികം എണ്ണ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ എണ്ണ ചേർക്കാതെയാണ് കുക്കറിലാക്കി വെച്ചിട്ടുള്ളത്. ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ എണ്ണ ചേർത്തിട്ടുണ്ടായിരുന്നു. കുക്കറിൽ വെക്കുമ്പോൾ എന്തായാലും ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിച്ചതുപോലെ ഉണ്ടാവും. പക്ഷെ അത് അടിയിൽ പിടിച്ചതൊന്നും അല്ല, നമ്മൾ വെള്ളമൊന്നും വെക്കാത്തതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഡാർക്കായിട്ട് പോയതാണ്, അല്ലാണ്ട് കരിഞ്ഞതോ അടിയിൽ പിടിച്ചതോ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉള്ളി റോസ്റ്റ് ചെയ്ത് നോക്കുക, ഉള്ളി ഒന്ന് വാട്ടി നോക്കുക. ബിരിയാണിക്കൊക്കെ പറ്റിയ മെത്തേഡാണിത്. ഞാനിപ്പോൾ മിക്കവാറും ഇങ്ങനെ തന്നെയാണ് ഉള്ളി റോസ്റ്റോ അല്ലെങ്കിൽ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ഉള്ളിയും തക്കാളിയും ഒന്നിച്ചിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒരു വിസിലിട്ടാൽ മതി. നല്ല സോഫ്റ്റായിട്ട് വാടി കിട്ടിക്കോളും. അപ്പോൾ അതൊന്ന് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് പെരുംജീരകം, പിന്നെ കടുകിട്ട് താളിച്ച് ഈ ഉള്ളി വാട്ടിയത് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിച്ചെടുത്ത് പിന്നെ പുഴുങ്ങി വെച്ച മുട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ ഗ്രേവി ഒഴിച്ചു കൊടുക്കണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ചപ്പാത്തിയൊക്കെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ കൂട്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റായിട്ടുണ്ട്. ഇത് കഴിച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നി. ഞാൻ മുമ്പൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റായിട്ട് തോന്നി. പെട്ടെന്ന് കറി കഴിയും. ഇതുപോലെയാണ് ഉള്ളി വഴറ്റിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കറി കഴിയും കേട്ടോ. അതിവിടെ എപ്പോഴും അങ്ങനെയാണ്. ഈ മുട്ട റോസ്റ്റ്, ഉള്ളി റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് സംഭവം കഴിഞ്ഞു പോവും. ഇത് കഴിഞ്ഞുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചത് വൈകിട്ടാണ്. അപ്പോൾ വൈകിട്ടായപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വടക്കഞ്ചേരി വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഇക്കഥ അവിടെ ഇരിക്കുന്നുണ്ട്. മോനാണെന്നുണ്ടെങ്കിൽ ഒളിഞ്ഞ് നിൽക്കുകയാണ്. അവൻ കണ്ണ് പൊത്തിയാൽ അവനെ ആരും കാണില്ല എന്നാണ് അവൻ്റെ വിചാരം. അപ്പോൾ മക്കളെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പുതിയ വാച്ചൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് അവർ. അപ്പോൾ വാച്ച് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ലൈക്ക് ചെയ്യാനും ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. പുറത്ത് പോകുമ്പോൾ എപ്പോഴും നല്ല ഹാപ്പി ആയിരിക്കും. ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതെന്നല്ലേ, ഞാൻ മോട്ടർ ഇടാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോട്ടർ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ വന്ന് ചിലപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ പെടില്ലേ. അപ്പോൾ മോട്ടർ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാറ്റി റെഡിയായി, ഡോറൊക്കെ അടച്ച് പിന്നെ അങ്ങനെ പോവാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ മോളാണ് എപ്പോഴും ഫ്രണ്ടിലിരിക്കാറ്. മോൾക്ക് ഫ്രണ്ടിലിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ മോൾക്ക് ഡോറൊക്കെ തുറന്നു കൊടുത്തു. ഞാനും മോനും എപ്പോഴും ബാക്കിലാണ് ഇരിക്കാറ്. ഇവനിക്ക് സീറ്റ് ബെൽറ്റ് ഇടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ മോളാവുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടോളുമല്ലോ, അപ്പോൾ അത് കുഴപ്പമില്ല. ഇവനിക്കാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ബാക്കിൽ ഫ്രീ ആയിട്ട് നിൽക്കാമല്ലോ. അങ്ങനെ അവൻ നിന്ന് ഓരോരോ കാഴ്ചകൾ കാണുന്നുണ്ട്. ഇവിടുന്ന് ആലത്തൂരിൽ നിന്ന് വടക്കഞ്ചേരി വരെ ഇങ്ങനെ തന്നെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഇരിക്കാൻ പറഞ്ഞപ്പോൾ കേട്ടതേ ഇല്ല. അപ്പോൾ അവൻ അങ്ങനെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ പോകുന്നതിൻ്റെ ഒപ്പം തന്നെ മഴക്കാറും ഞങ്ങളുടെ കൂടെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ മഴയുള്ള ദിവസങ്ങളായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അങ്ങനെ ഞങ്ങൾ കണ്ട കാഴ്ചകൾ എന്നെ വീണ്ടും കണ്ട് ആസ്വദിച്ച് അങ്ങനെ വടക്കഞ്ചേരിയിൽ അവിടെ വീട് എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും അവിടെ ഉമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഐസ്ക്രീം
ഐസ്ക്രീമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ ഐസ്ക്രീം കഴിച്ചിട്ടാണോ ഞങ്ങൾക്ക് ജലദോഷം വന്നേന്നുള്ളത് അറിയില്ല കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൻ ഐസ്ക്രീമൊക്കെ ഡ്രസ്സിലാക്കാതെ കഴിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇക്ക പാർസൽ മേടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മേടിച്ചു. പുറത്തിറങ്ങിയതല്ലേ, എന്തായാലും മേടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റായിട്ട് അറിയിക്കാനും വിട്ടുപോകരുത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.